ഹായ് നമസ്കാരം, ഞാൻ പ്രശാന്ത് കാഞ്ഞിരമറ്റം. ഇന്ന് നമ്മുടെ മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷന്റെ ജനറൽ ബോഡി ദിവസമാണ്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. കാരണം മായിൽ ആദ്യമായിട്ട് ഇലക്ഷൻ വന്നിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ, മായുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയിക്കാം. ഇലക്ഷൻ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് പരിപാടിയിലല്ലേ, പ്രേംദാസ് അരീക്കോട്. ഇന്ന് അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അതുപോലെ വിനോദ് വർമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അങ്ങനെ ഇന്ന് ഗംഭീരമായ ആഘോഷ പരിപാടികളും കൂടിച്ചേരലും ഞങ്ങളുടെ ഒരു വലിയ സംഗമം, എല്ലാ നിരവധി താരങ്ങളും ഒന്നിച്ചു കാണുന്ന ഒരു ദിവസമാണ്. അപ്പോ നമുക്ക് എല്ലാവരുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഇത് മറ്റൊരു കാൻഡിഡേറ്റ് ആണ്. ഇത് അജയ് കല്ലായി മത്സരിക്കുന്നുണ്ട്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്, ഓൾറെഡി മെമ്പറാണ്, എക്സിക്യൂട്ടീവ് മെമ്പറാണ് ആണ്. വീണ്ടും ഒന്നുകൂടി മത്സരിക്കുക. ഇപ്പൊ എത്ര വർഷമായി തുടർച്ചയായിട്ട്? ഞാൻ 2 ടേം എക്സിക്യൂട്ടീവ് മെമ്പറായി. മൂന്നാമത്തെ ഇലക്ഷനിൽ മത്സരം ആദ്യമായിട്ടാണ്. ഇത് മെമ്പറാണ്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. മെമ്പറാണ്, സ്ഥാനാർത്ഥിയല്ല. ഇത് സ്ഥാനാർത്ഥിയാണ്, ദിനിൽ അമ്പാടി. അപ്പോ ഇന്ന് ആരൊക്കെ വിജയിക്കും, ആരൊക്കെ ഇന്ന് ചരിത്രം സൃഷ്ടിക്കും എന്നൊക്കെ കണ്ടറിയാം. മറ്റൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന മെമ്പർ റജി രാമപുരം. എന്താ പറയാനുള്ളത്? അല്ല, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാണ്. എന്താ പറയാനുള്ളത്? നല്ല കാര്യം. ഇപ്പോഴാണ് അമ്മ എന്ന് പറയുന്ന സംഘടന ഇത്ര ബലം വന്നത്. ഇപ്പോഴാണ് എല്ലാവരും അനുവദിയും ഫോണിൽ സംസാരിക്കാൻ തുടങ്ങിയത്. ഒരുപാട് സന്തോഷമുണ്ട്. ഇങ്ങനൊരു എന്താ പറയാ, ഇലക്ഷൻ വന്നതുകൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റിലേക്ക് നിൽക്കാൻ സാധിച്ചത്. എന്ന ചരിത്രത്തിൽ ആദ്യമായിട്ട് തസ്ലീക്കാൻ ഫോൺ ചെയ്തത് ഇലക്ഷൻ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്യാൻ തുടങ്ങിയത് ഇനിയുണ്ട്. ജോയിന്റ് സെക്രട്ടറിയായിട്ട് മത്സരിക്കുന്ന ആളാണ് പ്രജോത് കലാഭവൻ. അപ്പൊ എന്താ പറയാനുള്ള ഈ ഒരു ഇലക്ഷൻ, ഈ ഒരു കൂടിച്ചേരൽ നമ്മളുടെ അമ്മേനെ? തീർച്ചയായിട്ടും. കാര്യം കൂടിച്ചേരൽ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനൂരി അമ്മയാണ്. അതെ. അല്ല, ഇതൊരു ജനാധിപത്യ രീതിയാണല്ലോ ഇലക്ഷൻ വരികയാണ്. അപ്പൊ ഇലക്ഷൻ വന്നത് ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു സംഘടനയാണ്. തന്നെയുമല്ല, നമ്മൾ ജനാധിപത്യത്തെക്കാൾ കൂടുതൽ മൂല്യം കൊടുക്കുന്ന മനുഷ്യത്വത്തിനാണ്, അല്ലേ? തീർച്ചയായും. കാരണം ഇവിടെ വലിപ്പ ചെറുപ്പങ്ങളില്ല. എന്താ പറയാ, ഒരുപാട് താരങ്ങളുള്ള സംഘടനയാണ്. എങ്കിൽ പോലും എല്ലാവരും ഏകോപന സഹോദരങ്ങളെ പോലെ ഒരു വർഷത്തിൽ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ഒരു ഒത്തുകൂടലുണ്ട്. ഇത്തവണ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇലക്ഷനാണ്. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു വലിയ നേട്ടമാണ്. ഓക്കെ. അതൊരു ലാൽ ബാബു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. അതെന്താ പറയാനുള്ളത്? എന്താ പറയാ, എല്ലാവരും വോട്ട് ചെയ്യണം. എല്ലാവരും അല്ല, നമ്മുടെ മായിലുള്ള അല്ലാതെ കാണുന്നോണ്ടിരിക്കുന്നവർക്ക് വലിയൊരു കാര്യമില്ല. അവര് വോട്ട് വിജയിപ്പിക്കുന്നു പ്രതീക്ഷിക്കുന്നു. അവരെ ഒരു മത്സരത്തോട് വലിയ താല്പര്യമുള്ള ഒരാളുണ്ട്. 13 വർഷം കോൺഗ്രസ് അതന്നെ ചോദിക്കാൻ വന്നത്. മത്സരത്തോട് താല്പര്യം 13 വർഷം കോൺഗ്രസ് മത്സരിച്ച ആളാണ്. അല്ല, 13 വർഷം മത്സരിച്ച് മത്സരം ഇനി വേണ്ട. മത്സരിച്ചല്ലേ മത്സരം ആർത്തി ആയി പോവില്ലേ? മത്സരം ആർത്തി, അതുകൊണ്ടാണ് മത്സരിക്കാത്തത്. സ്ഥാനത്തോടുള്ള ആർത്തി. സ്ഥാനാർത്ഥി. ഓക്കെ. അപ്പൊ ഇനി അഖിൽ കവലിയൂർ ഇവിടെ ഉണ്ട്. നമ്മുടെ ഇത്തവണത്തെ കുടുംബയോഗത്തിന്റെ പ്രത്യേക ഫസ്റ്റ് എന്റെ മാഡ ജനറൽ ബോഡിയാണ്. നീ പുതിയ മെമ്പറാ? അത് ശരി, പുതിയ മെമ്പറാണ്, ജനറൽ ബോഡിയാണ്. അപ്പൊ എല്ലാ പ്രിയ സുഹൃത്തുക്കളെ വർഷങ്ങളായിട്ട് അറിയാമെങ്കിലും എല്ലാവരെയും കാണാൻ പറ്റിയാലും ആ കുടുംബത്തിലേക്ക് ഞാൻ എന്റെ ആദ്യത്തെ ജനറൽ ബോഡിയാണ്. ഓക്കെ. അപ്പൊ വെൽക്കം ടു മാ. ഓക്കെ, താങ്ക് യു. ഓക്കെ. അപ്പൊ നമുക്ക് ഇത്തവണത്തെ ഇലക്ഷൻ കാര്യങ്ങളും എല്ലാം കണ്ടറിയാം. വിശദ വിവരങ്ങളെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.